അദ്ദേഹം ശ്രദ്ധിച്ചോ? ഇവിടെ നിന്ന് നയനമോള് പോകുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത് നമ്മുടെ ദേവയാനിക്കല്ലേന്ന് ഇങ്ങനെ ചോദിക്കുക. അപ്പം മുത്തശ്ശൻ ചോദിക്കുവാണേ, പ്രയാസമാണോ അതോ ദേഷ്യമാണോ? അപ്പം നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, രണ്ടാമത് പറഞ്ഞതായിരിക്കും ശരിയെന്ന് പറയുക. അപ്പോൾ ദേവയാനി പറയുവാണ്, എന്താണെങ്കിലും അവളുടെ ആഗ്രഹം സാധിച്ചല്ലോ, ഇനി കൂടുതൽ ആരും ഒന്നും പറയണ്ട. ആദർശമോൻ്റെ ചെറുപ്പകാലത്താണെങ്കിലും ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുള്ളവളാണ്. ഇനി 2 കുട്ടികൾ വേണമെന്ന് ജയന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവന് വേണ്ടിയിട്ട് ഒരാൾ മതി എന്ന് തീരുമാനം എടുത്തവളാണ്. സ്നേഹിച്ച ചങ്ക് പറിച്ച് കൊടുക്കുന്നവളാണ്. വെറുത്താലത്തെ പിന്നെ കാര്യം പറയണ്ടല്ലോ. നല്ല മുത്തശ്ശ, ഇപ്പം അമ്മായിയമ്മ മരുമകൾക്ക് ചങ്ക് പറിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കനക മനസ്സിൽ പറയുന്നുണ്ടേ. അതിവിടെ ആരും അറിയുന്നില്ല എന്ന് മാത്രം, ആദർശമോൻ പോലും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാണ് കേട്ടോ. നയന ഇങ്ങനെ ബാഗൊക്കെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ദേവയാനി ആരെങ്കിലും കാണുന്നുണ്ടോ നോക്കി അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ. ആ മോളുടെ അച്ഛനും അമ്മയും പറയുന്നത് എനിക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നിങ്ങനെ പറയുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറയുകയാണ്, മോൾക്കറിയാലോ എനിക്ക് അങ്ങോട്ടേക്ക് മോളെ വന്ന് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മുടെ നയന പറയുന്നുണ്ട്, എനിക്കറിയാം അമ്മേ, പിന്നെ നന്ദു ക്യാമ്പിലേക്കൊക്കെ പോകുമല്ലേ, അതുകൊണ്ടാണ് ഞാനും എന്നിങ്ങനെ പറയുന്നുണ്ടേ. അത് തന്നെയല്ല, അമ്മയ്ക്കാണെങ്കിൽ ചെറിയ ദേഹാസ്വസ്ഥ ഉണ്ട്. അതുപോലെ നന്ദുവിനാണെങ്കിൽ ചിക്കൻ ബോക്സിന് ഇപ്പോൾ അങ്ങ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ 1-2 ദിവസം നിന്ന് അച്ഛനും അമ്മയ്ക്കും നേരിയ ആശ്വാസം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അവിടെ ഒരുപാട് ദിവസം നിൽക്കരുത്. അങ്ങനെ നയനെ ഓരോരോ സാധനങ്ങളെടുത്ത് ബാഗിൻ്റെ അകത്ത് ആക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. മോളിവിടെ വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇപ്പോൾ വിഷുവൊക്കെ വരുമല്ലേ, വിഷുവിന് കൈനീട്ടമൊക്കെ തരണമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടേ. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് വരുന്നുണ്ടെന്ന് കാണുന്നത് ദേവയാനി ഭാവം അങ്ങ് മാറ്റുവാണേ. പെട്ടെന്ന് നിങ്ങൾ വന്നേക്കണം, ഒരുത്തൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നിനക്കറിയാലോ. അവൻ പിന്നെ രാത്രിയിൽ ഉറങ്ങാതിരുന്നാലേ എനിക്ക് നല്ല ദേഷ്യം വരും. അമ്മേ, ഞാൻ ഉറങ്ങാതൊന്നും ഇരിക്കുന്നില്ല. 1-2 ദിവസമല്ലേ അവൾ വീട്ടിൽ പോയി നിൽക്കുന്നുള്ളൂ. ഇവള് പോയാലേ ഈ വീട് ഉറങ്ങിയതുപോലെയാണെന്നാണ് നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരെയും ഇതുപോലെ സ്വാധീനിച്ച് വെച്ചിരിക്കുകയല്ലേ ഇവള്. ഇപ്പം നമ്മുടെ ജ്വല്ലറിയിൽ ഇവളില്ലാതെ പറ്റില്ലല്ലോ. അമ്മേ, ഇവള് സന്തോഷത്തോടെ പോയിട്ട് വരട്ടെ, വെറുതെ വഴക്ക് പറയാൻ നിൽക്കണ്ട. അയ്യോ, ഞാൻ വഴക്കൊന്നും പറയുന്നില്ല. പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വരണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ഇവിടുന്ന് ആരെങ്കിലും വന്ന് വിളിക്കണമെന്ന് വാശി പിടിക്കരുതെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ പറയില്ലല്ലോ അമ്മ എന്നിങ്ങനെ നയന പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുവാണേ, നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറയും, അവിടെ ചെന്ന് കഴിയുമ്പോൾ നീ ഡിമാൻഡ് കൂട്ടത്തില്ലേ. എന്ത് ചെയ്യാനാ, ഇവിടെ ഓരോരുത്തരുണ്ടല്ലോ തലേ കയറ്റി വെക്കാൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങോട്ടേക്ക് പോവുകയാണേ. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശിന് ചെറുതായിട്ടൊരു ഡൗട്ടൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. എടി, ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിന് അമ്മ എന്താണ് പറഞ്ഞോണ്ട് എന്ന് പറയേ. ഇതൊക്കെ തന്നെയാണ് പറഞ്ഞോണ്ട് വന്നത്, പെട്ടെന്ന് പോയിട്ട് വരണമെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, ഇനി നീ ഒരു 3-4 ദിവസം നിൽക്കണമെങ്കിൽ നിന്നോ, കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറയുവേ. വിഷുവിന് എങ്ങനെയാണെന്ന് ചോദിക്കേ. വിഷുവിന് എങ്ങനെയാണ്, എനിക്കിങ്ങോട്ട് വരണമെന്നാണ് ആഗ്രഹം എന്ന് ഇങ്ങനെ നയന പറയുവേ. അപ്പോഴത്തേക്കിനും നമ്മൾ 2 പേരും വഴക്കൊക്കെ ഇട്ട് പിരിഞ്ഞതിന് ശേഷം നന്നായിട്ട് വരുന്നതിന് ശേഷമുള്ള ആദ്യത്തെ വിഷുവാണിത്. 2 വീട്ടുകാർക്കും ഡ്രസ്സൊക്കെ മേടിച്ച് കൊടുക്കണം. ഞാൻ അങ്ങോട്ടേക്ക് പോയെന്നാൽ ഒരു ദിവസമെങ്കിലും